ഈ അടുത്ത ദിവസം ഒരു ഉമ്മ ഒരു ഉപ്പ സ്വന്തം അഞ്ചൻ ഒരു കാമുകി ഇവരെ 4 പേരെയും തലക്കടിച്ചു കൊന്നു എന്നൊരു ന്യൂസ് കണ്ടായിരുന്നില്ലേ? അപ്പൊ ഇതേപോലുള്ള കൊലപാതകികൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ്? ഇതേപോലുള്ള കൊലപാതകികൾക്ക് കുറേശ്ശെ കൊല്ലണം. അവർ കുറേശ്ശെ കൊല്ലണമെന്ന് പറയണത് ആദ്യം കയ്യ കാല തല്ലി ഓടിച്ചിടാം. അതല്ലെങ്കിൽ ഈ അവരെ കാലിൻ്റെ കുതിയറമ്പ് വെട്ടി അവിടെ ഇടാം. അതല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോയാൽ വെറുതെ കൂനി നിൽക്കുന്ന ജയിലായിരിക്കണം. സ്വതന്ത്രമായിട്ട് എണീറ്റ് നിൽക്കാൻ പാടില്ല, കിടക്കാനും പാടില്ല. അങ്ങനെ നരക ശിക്ഷ അനുഭവിച്ച് അവനെ ചാവണം. അവൻ പുറത്തിറങ്ങി വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും അവൻ മാനസിക രോഗിയായിരുന്നു. അവനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ഫീലിന് അതിനെ കൊന്നാണ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവനെ കേസിൽ നിന്ന് രക്ഷിക്കും. നമ്മുടെ ഇന്ത്യക്ക് ഒരു നിയമമുണ്ട്, ആ ഒരു നിയമത്തെ യോജിക്കാൻ പറ്റും? ഇന്ത്യയുടെ നിയമമല്ല, സൗദി അറേബ്യയുടെ നിയമം ഇവിടെ കൊണ്ടുവരണം. കട്ടവനെ കൈ വെട്ടിക്കളയണം. ഈ കൊലപാതകിനെ അവനെ ഒരു 2-3 മാസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിച്ച് കൊന്നുകളയണം. ഇതൊക്കെ വെറുതെ പോകല്ലേ, അവൻ വീണ്ടും കൂരനാവാണ്. അവനെ പോലെ 1000 പേർ വീണ്ടും ആവാണ്. ആ ജയിലിലാണെങ്കിലാ ചിക്കൻ, മട്ടൺ, ബീഫ് എല്ലാ ഐറ്റവും അവിടെ കിട്ടും. ബീഡിയാണെങ്കിൽ വാർഡന്മാർ ബീഡി സിഗരറ്റൊക്കെ കൊടുക്കും. മദ്യമാണെങ്കിൽ അതും കിട്ടും. അപ്പൊ അതുകൊണ്ട് അവൻ സ്വതന്ത്രമായി ജീവിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയ്ക്കും സുഖലോലുപമായി ജീവിക്കാൻ സാധിക്കുമെന്നറിയുന്ന ചെറിയ തലമുറ ഇപ്പോൾ വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്, അതെ. അവൻ കൊലപാതകി ആവാൻ വേണ്ടിയിട്ട് വീണ്ടും അവൻ കൊലപാതകി ആവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നിയമത്തെ ഒന്ന് മാറ്റിയെടുക്കണം.